സദാനന്ദൻ മാസ്റ്ററുടെ കാലുവെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകിയ CPM. കണ്ണൂർ മട്ടന്നൂർ പഴശ്ശിയിലാണ് സംഭവം. പരിപാടിയിൽ KK ശൈലജ MLAയും പങ്കെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം? അല്പസമയം മുമ്പാണല്ലോ ഈ പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതികൾ ജയിലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് യാത്രയയപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. CPM പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് മട്ടന്നൂർ MLA KK ശൈലജയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടത്തിയത്. സ്വാഭാവികമായി ജനപ്രതിനിധി അടക്കം പങ്കെടുത്തുകൊണ്ട് ഇതുപോലെ വധശ്രമ കേസിലെ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകുന്ന എന്തുതരം മാതൃകയാണെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അവിടെ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് നൽകി മുദ്രാവാക്യം വിളിച്ച് CPM-കാർക്ക് നിരന്നു നിന്ന് യാത്രയയപ്പ് നൽകുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരം ഒരു സ്വീകരണ പരിപാടി CPM-ന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകിയത്. നമുക്കറിയാം, ഈ കേസിൽ 8 പ്രതികൾക്കാണ് 7 വർഷം കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകരായ K ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, P കൃഷ്ണൻ, ചന്ദ്രോത്ത് രവീന്ദ്രൻ, പുല്ലാനിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, K ബാലകൃഷ്ണൻ എന്നിവർക്കാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി ഇവർ നൽകിയ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഹൈക്കോടതി ഇവർക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞു പോയെന്ന് വിലയിരുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികൾ 7 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കാനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത്. ഈ പോകുന്ന വേളയിൽ തന്നെയാണ് ഇത്തരമൊരു യാത്രയയപ്പ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, അതും മട്ടന്നൂർ MLA KK ശൈലജയുടെ നേതൃത്വത്തിൽ തന്നെ നൽകി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഔചിത്യമാണോ എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. മാത്രമല്ല, വീണ്ടും ഇത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പ്രോത്സാഹനമാണോ ഇവർ നൽകുന്ന ചോദ്യവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മിഥുൻ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം പഴശ്ശി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് ഇത്തരത്തിൽ പ്രതികൾക്ക് യാത്രയയപ്പ് നൽകുന്നത്. ഈ ശൈലജയെ കൂടാതെ മറ്റാരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്? CPM-ന്റെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ മട്ടന്നൂർ MLA, അത്തരത്തിൽ നിരവധി പേർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർത്തും ഈ ഒരു പ്രാദേശിക CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. അതും സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ. അത് ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി പോയ ആളുകൾക്കാണ് ഇത്തരത്തിൽ ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു യാത്രയയപ്പ് പരിപാടി നൽകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിരോധാഭാസം. CPM-ന്റെ ധാരാളം പ്രവർത്തകർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും മട്ടന്നൂർ MLA ആയ KK ശൈലജ തന്നെയാണ് ഇതിന്റെ ശ്രദ്ധാകേന്ദ്രം. അവർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുള്ള പ്രോത്സാഹനമാണോ, ഇനിയും ആളുകളെ കൊല്ലാനുള്ള ഒരു പ്രോത്സാഹനമാണോ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അത് കോടതി തന്നെ, അത് ഒരു കോടതിയല്ല, സെഷൻസ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾ, അത് കഴിഞ്ഞ് ജില്ലാ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾ, ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും പിഴത്തുക 25,000 രൂപയിൽ നിന്ന് 50,000 ആക്കി ഉയർത്തുകയും ചെയ്ത പ്രതികൾ, സുപ്രീം കോടതി ഇവരുടെ ഈ ഒരു ഹർജി ഫയലിൽ സ്വീകരിക്കുക പോലും ചെയ്യാതെ മടക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സുപ്രീം കോടതി പോലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളെയാണ് ഇത്തരത്തിൽ വീരപരിവേഷം നൽകിക്കൊണ്ട് യാത്രയയപ്പ് പരിപാടിയൊക്കെ നൽകുന്ന ഒരു സംഭവം CPM-ന്റെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിച്ചത്. അതും മട്ടന്നൂർ MLA അതിന് നേതൃത്വം നൽകിയ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ വിമർശനങ്ങൾക്ക് ഈ ഒരു സംഭവം തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. ശരി, സദാനന്ദ മാസ്റ്ററുടെ കാലുവെട്ടിയ കേസിലെ പ്രതികൾക്കാണ് ഇപ്പോൾ ജയിലിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകുന്നത്. പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് ഇത്തരത്തിലൊരു യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മട്ടന്നൂർ MLA KK ശൈലജയടക്കം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി ഈ പ്രതികളുടെ ഹർജി പോലും ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായത്. തുടർന്നാണ് ഇത്തരത്തിൽ CPM നേതാക്കൾ പ്രതികൾക്ക് കോടതിയിലേക്ക് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മിഥുൻ, ഇപ്പോൾ ഈ
ചടങ്ങിൽ യാത്രയയപ്പ് ചടങ്ങിൽ പ്രതികളെല്ലാം ഇന്ന് കീഴടങ്ങിയ എല്ലാ പ്രതികളും തന്നെ പങ്കെടുത്തിരുന്നു? തീർച്ചയായും തൃശ, ഇന്ന് കീഴടങ്ങിയ എല്ലാ പ്രതികളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതും സദാനന്ദൻ മാസ്റ്ററെ 1994 ജനുവരി 25-ന് ആക്രമിച്ച് കൊലപ്പെടുത്തുക ശ്രമിക്കുകയും ഇരു കാലുകളും വെട്ടി കട്ടിലേക്ക് എറിയുകയും ചെയ്ത അതിക്രൂരന്മാരായ അക്രമകാരികൾ. അത്തരത്തിലുള്ള ആളുകൾക്കാണ് സുപ്രീം കോടതി പോലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഈ പ്രതികൾക്കാണ് വീരപരിവേഷം നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ ഇത്തരമൊരു യാത്ര ഇപ്പോൾ CPM-ന്റെ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നൽകിയിരിക്കുന്നത്. അതിൽ എല്ലാ പ്രതികളും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയായ KK ശൈലജ പോലും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർ മുൻ ആരോഗ്യമന്ത്രിയാണ്. ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് ഈ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് യാത്രയപ്പ് നൽകുന്ന പരിപാടിയിൽ ഒരു ജനപ്രതിനിധിക്ക് എന്താണ് കാര്യം, അത് എന്തുതരം മാതൃകയാണ് ഇവർ തീർക്കുന്നത് ഒരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇവരുടെ ഈ ഒരു ചെയ്തിക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അത് ഒരു പൊതുസമൂഹത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ക്രിമിനലുകളെ ഇത്തരത്തിൽ വീരപരിവേഷം നൽകിക്കൊണ്ട് വീണ്ടും ക്രിമിനൽ പ്രവർത്തനം നടത്താനുള്ള ഒരു പ്രോത്സാഹനം നൽകുന്ന നടപടി അത് എന്ത് തരം ജനാധിപത്യ രീതിയാണ്, അല്ലെങ്കിൽ എന്ത് തരം പ്രവൃത്തിയാണ് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. വലിയ വിമർശനങ്ങളും ഇതിനിടയിൽ അത് ഉയർത്തിവിടുന്നുണ്ട്. സദാനന്ദൻ മാസ്റ്ററുടെ കാലുവെട്ടിയ കേസിലെ പ്രതികളാണ് 30 വർഷത്തിന് ശേഷം ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയത്. ഇവർക്കാണ് ഇപ്പോൾ ജയിലിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ MLA KK ശൈലജയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 30 വർഷത്തിന് ശേഷമാണ് ഇന്ന് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത്. കീഴ്ക്കോടതി ഉൾപ്പെടെ പ്രതികൾ കുറ്റക്കാരെന്ന് തെളിയിച്ചും സുപ്രീം കോടതി പ്രതികളുടെ ഹർജി തള്ളിയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ 8 പ്രതികൾ ഇന്ന് വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരായത്. തുടർന്നാണ് ഇന്ന് CPM പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജയിലിലേക്ക് യാത്രയയപ്പ് ചടങ്ങ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളടക്കം CPM നേതാക്കളും ഈ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. വീരപരിവേഷം നൽകിയാണ് ഈ 8 പ്രതികളെയും ജയിലിലേക്ക് ഈ CPM നേതാക്കൾ യാത്രയാക്കുന്നത്. ഇപ്പോൾ ഈ യാത്രയയപ്പ് ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് സദാനന്ദൻ മാസ്റ്ററുടെ കാലുവെട്ടിയ കേസിലെ പ്രതികളായ 8 CPM പ്രവർത്തകരാണ് ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരായത്. ഈ പ്രതികൾക്കാണ് ഇപ്പോൾ ജയിലിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്.